നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നോമ്പെടുത്താൽ ഒരു വർഷം പ്ലാൻ ചെയ്ത കുറ്റങ്ങൾക്ക് പരിഹാരമായെന്നാണ് ചിലർ കരുതുന്നതെന്ന CPM അംഗത്തിന്റെ കമന്റ് ഗൗരവകരമാണെന്ന് വിലയിരുത്തുകയാണ് സംസ്ഥാന നേതൃത്വം. ജലീലിനെ പിന്തുണച്ച് കമന്റിട്ട മൂവാറ്റുപുഴ ആവോലി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് പദവി പോലും നഷ്ടമായേക്കും. ജലീലിനെ CPM ശ്വാസിക്കുകയും ചെയ്യും. സമൂഹ മാധ്യമ പോസ്റ്റിന് താഴെ മതവിദ്വേഷം നിറയുന്ന കമന്റ് ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് CPM മൂവാറ്റുപുഴ ആവോലി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ നടപടി CPM ഗൗരവത്തിൽ തന്നെയാണ് എടുക്കുന്നത്. അച്ചടക്ക നടപടിക്ക് പോലും സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ MJ ഫ്രാൻസിസ് ആണ് CPM പ്രവർത്തകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ മതവിദ്വേഷ കമന്റ് ഇട്ടു എന്ന ആരോപണം ഉയരുന്നത്. PC ജോർജിന്റെ വിവാദം കത്തുമ്പോൾ ഇത്തരം ഇടപെടലുകൾ CPM സഖാക്കൾ നടത്തരുതെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ CPM നൽകുന്നത്. ഇത്തരം വിവാദങ്ങൾ കാരണം മുസ്ലിം വിഭാഗം CPM-ൽ നിന്ന് അകലുന്നതിന് കാരണമാകും എന്ന് CPM വിലയിരുത്തുന്നു. ജലീലിനോടും ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ പാടില്ല എന്ന് CPM നിർദ്ദേശിക്കും. ശാസനയുടെ രൂപത്തിൽ തന്നെ ഇത് നൽകാനും സാധ്യത ഏറെയാണ്. ജലീൽ പാർട്ടി അംഗമല്ലെങ്കിലും ഇടതു MLA എന്ന നിലയിൽ CPM ഇടപെട്ടുകൊണ്ട് തന്നെ ജലീലിനെ തിരുത്താനുള്ള സാധ്യതകളാണ് മുന്നിൽ കാണുന്നത്. ഏതായാലും മുസ്ലിം മതവിഭാഗത്തെ ചൊറിഞ്ഞാൽ കാര്യങ്ങൾ പന്തിയാവില്ല എന്ന് ഇവർക്കേവർക്കും മനസ്സിലാക്കാനും സാധിക്കും. മുസ്ലിം ജനവിഭാഗത്തിനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന കമന്റിട്ട സ്ക്രീൻഷോട്ട് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇത് വിവാദമാവുകയും ചെയ്തതോടെയാണ് വിശദീകരണവുമായി ലോക്കൽ കമ്മിറ്റി ഏരിയ സെക്രട്ടറി തന്നെ രംഗത്തെത്തി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ പരാമർശം CPM നിലപാടല്ല എന്ന് ഏരിയ കമ്മിറ്റി സെക്രട്ടറി അനീഷ മാത്യു പറഞ്ഞു. ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്ന പ്രവർത്തകരെ തിരുത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നാണ് ഏരിയ കമ്മിറ്റിയുടെ അറിയിപ്പ്. ഇതിനു പിന്നാലെ ഫ്രാൻസിസ് കമന്റ് നീക്കം ചെയ്യുകയും ചെയ്തു. സമൂഹ മാധ്യമത്തിലൂടെ ക്ഷമാപണവും നടത്തി. പക്ഷേ അച്ചടക്ക നടപടി ഉണ്ടായില്ലെങ്കിൽ അത് CPM-ന്റെ വോട്ട് ബാങ്കിനെ തന്നെ ബാധിക്കുമെന്ന് CPM-നും അറിയാം. KT ജലീലിന്റെ പോസ്റ്റ് ഷെയർ ചെയ്ത ആൾക്ക് കമന്റായാണ് ഫ്രാൻസിസ് പരാമർശം നടത്തിയത്. വിഷയത്തിൽ CPM ഫ്രാൻസിസിനോട് ഇന്നലെ തന്നെ വിശദീകരണം തേടുകയും ചെയ്തു. ഇതിനു പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഫ്രാൻസിസ് ഖേദപ്രകടനം നടത്തിയതും CPM-ന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് എന്നാണ് സൂചന. ഈ കമന്റ് മൂലം മാനസികമായി വിഷമമുണ്ടായ മുഴുവൻ പേരോടും നിർവാജ്യം ഖേദം പ്രകടിപ്പിക്കുന്നു. ഞാൻ ഏതെങ്കിലും മതവിശ്വാസം പിന്തുടരുന്ന ആളല്ല. ഒരു മതത്തോടും പ്രത്യേക സ്നേഹമോ വിദ്വേഷമോ ഇല്ല. കുറ്റവാളികൾ ഏതെങ്കിലും ഒരു മതത്തിന്റെ സൃഷ്ടിയാണെന്ന വിചാരവും എനിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫ്രാൻസിസ് രംഗത്ത് വന്നുകൊണ്ട് ഫ്രാൻസിസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നീക്കിയെങ്കിൽ പോലും CPM അതൊന്നും കാര്യമായി എടുക്കുന്നില്ല. കാരണം നടപടി ഉണ്ടായില്ലെങ്കിൽ ഇനിയും കൂടുതൽ ആൾക്കാർ അത്തരത്തിൽ പറഞ്ഞു തുടങ്ങിയാൽ, യഥാർത്ഥ കാരണങ്ങൾ തുറന്നു പറഞ്ഞു തുടങ്ങിയാൽ CPM-നെ അത് വലിയ പ്രതിരോധത്തിലാക്കും. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരുന്ന സാഹചര്യത്തിലെന്ന് CPM-നും മനസ്സിലായിട്ടുണ്ട്.